ഇന്നത്തെ അറിയിപ്പ്. ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഡോക്യുമെന്റേഷൻ പ്രക്രിയ എളുപ്പമാക്കാനാണ് പുതിയ നീക്കമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ചവർക്കാണ് ഈ നിയമം ബാധകമായിരിക്കുന്നത്. പാസ്പോർട്ട് നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിലവിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ ആവശ്യകതകൾ വിദേശകാര്യ മന്ത്രാലയം പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പാസ്പോർട്ടിന്റെ നിറത്തിലും മാറ്റങ്ങൾ വന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ള, ഡിപ്ലോമാറ്റുകൾക്ക് ചുവപ്പ്, സാധാരണക്കാർക്ക് നീല എന്നിങ്ങനെയാണ് പുതിയ നിറങ്ങൾ. പാസ്പോർട്ടിന്റെ അവസാന പേജിൽ നിന്ന് മാതാപിതാക്കളുടെ പേര് നീക്കം ചെയ്യുമെന്നും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സർക്കാർ പദ്ധതിയിടുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമായ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം 442-ൽ നിന്ന് 600-ആയി ഉയരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പലർക്കും ജനന സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തതിനാൽ പാസ്പോർട്ട് നിയമങ്ങൾ വളരെ കാലമായി പുതുക്കിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ PF ESI ഗ്രാറ്റുവിറ്റി കുടിശ്ശികകൾ ഘട്ടം ഘട്ടമായി തീർപ്പാക്കും. ഇതിനായി സർക്കാർ ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ കുടിശ്ശികകളാണ് വിവിധ ഘട്ടങ്ങളിലായി തീർപ്പാക്കുക. ഇതിന്റെ ഭാഗമായി 2024-25 സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ പ്രത്യേകമായി വകയിരുത്തിയ 28 കോടി രൂപ 15 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകി തുടങ്ങി. അടുത്ത ഘട്ടത്തിൽ 2025-26 സാമ്പത്തിക വർഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് PF ESI ഗ്രാറ്റുവിറ്റി കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിനായി 42.5 കോടി രൂപ ബജറ്റിൽ പ്രത്യേകമായി വകയിരുത്തിയിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം ആദ്യം തന്നെ ഭരണാനുമതി നൽകി പ്രസ്തുത തുകയും വിതരണം ചെയ്യും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ദീർഘകാലമായ ആവശ്യമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 11ാം മാസം രജിസ്ട്രേഷൻ വകുപ്പിന്റെ വരുമാനം 5000 കോടി കടന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വകുപ്പിന് ഫെബ്രുവരി വരെ 5013.67 കോടി രൂപ വരുമാനം ലഭിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫെബ്രുവരി മാസം വരെ 8,06,770 ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതിലൂടെ 4,667.52 കോടി രൂപ സംസ്ഥാന സർക്കാർ സമാഹരിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷം ഫെബ്രുവരി വരെ 7,90,436 ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും 5,013.67 കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി വരെ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 16,334 ആധാരങ്ങൾ കുറവാണെങ്കിലും 346.15 കോടി രൂപ അധികമായി സമാഹരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരുമാനം 5,219.34 കോടി മറികടന്ന വരുമാനം 5,500 കോടിയിൽ കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ആർമി ഓഫീസർ ഗ്രേഡിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. 76 ഒഴിവുകളാണുള്ളത്. ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികൾക്ക് മാർച്ച് 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കുറഞ്ഞ പ്രായപരിധി 19 വയസ്സും പരമാവധി പ്രായപരിധി 25 വയസ്സുമാണ്. 2000 ജൂലൈ 2 മുൻപും 2006 ജൂലൈ 1 ശേഷവും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല.